നമസ്കാരം. സുരക്ഷയുടെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുറ്റി സഞ്ചരിച്ചിരുന്നത് ആഡംബര വാഹനങ്ങളുടെ ഒരു നിരയുടെ അകമ്പടിയോടെയാണ്. എത്ര വാഹനങ്ങളുണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയുമായിരുന്നില്ല. അത്ര വേഗത്തിലാണ് ഭൂമിയിൽ ടയർ തൊടാതെ ഈ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞത്. നാട്ടിലെ സകല ട്രാഫിക് ലൈറ്റുകളും ഓഫ് ചെയ്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ചീറിപ്പായൽ. ജനങ്ങളിൽ നിന്നും പിണറായി വിജയൻ എത്രമാത്രം അകന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിണറായി സഞ്ചരിക്കുന്ന ബസ്സിന് പോലും ലിഫ്റ്റ് വയ്ക്കേണ്ട ഗതികേട്. 2 നില മാത്രമുള്ള ക്ലിഫ് ഹൗസിന് പോലും ലിഫ്റ്റ്. കുടിക്കാൻ നല്ല ചൂട് പാല് വാങ്ങാൻ പശുത്തൊഴുത്തിന് 45 ലക്ഷം രൂപ. അങ്ങനെ ആഡംബരത്തിൻ്റെയും അതീവ സുരക്ഷയുടെയും പ്രതീകമായി പിണറായി വിജയൻ 10 വർഷം വാണു. പിണറായി ട്രെയിനിൽ കയറുകയാണെങ്കിൽ ആ ട്രെയിൻ പുറപ്പെടുന്നത് മുതൽ എത്തുന്നത് വരെയുള്ള റെയിൽവേ പാളത്തിന് ഇരുവശത്തും പോലീസിനെ കാവൽ നിർത്തുമായിരുന്നു, പ്രത്യേകിച്ച് എല്ലാ സ്റ്റേഷനുകളിലും. പിണറായി വന്ന് ഏതെങ്കിലും സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ആ ജില്ലയിലുള്ള സകല പോലീസ് ഓഫീസർമാരും സല്യൂട്ട് അടിച്ച് ചുറ്റിനു നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തിനേറെ, പിണറായിയുടെ ഭാര്യ കമല തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരേക്ക് വിമാനത്തിന് പോയപ്പോൾ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അകമ്പടി. ആ വിമാനത്തിൽ നിർഭാഗ്യവശാൽ ഞാനുമുണ്ടായിരുന്നു. കണ്ണൂരിൽ ചെന്നിറങ്ങിയ കമലയെ സ്വീകരിക്കാൻ കണ്ണൂരിലെ DIG മുതൽ താഴോട്ടുള്ള സകല ഓഫീസർമാരും ഉണ്ടായിരുന്നു. പിണറായിയുടെ ജീവന് എന്തോ കുഴപ്പമാണ്, ഭീഷണിയാണ് എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചതും പറഞ്ഞിരുന്നതും. അതേ പിണറായി ഇപ്പോൾ സഞ്ചരിക്കുന്നത് പാർട്ടി ഓഫീസിൽ നൽകിയ ഒരു വണ്ടിയിൽ നിന്നാണ്. സത്യപ്രതിജ്ഞ ഇന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന്റെ വണ്ടി കിട്ടുമായിരിക്കും. നമ്മൾ അതിശയിപ്പിക്കുന്നത് ആളും ആരവുമില്ലാത്ത പിണറായിയുടെ യാത്രകളാണ്. പിണറായി ഇന്ന് എവിടെയെങ്കിലും ചെന്നിറങ്ങിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടുത്തെ 1-2 പാർട്ടി നേതാക്കൾ കാണും. പാർട്ടി പ്രവർത്തകർ പോലും ജയ് വിളിക്കാൻ കൂടെ എത്തുന്നില്ല. ഒരൊറ്റ പോലീസുകാരനെ പോലും നമ്മൾ കാണുന്നില്ല. നേരത്തെ ചുറ്റിനും അനേകം വാഹനങ്ങളും ആ വാഹനങ്ങളിൽ കുറുവടികളുമായി പലരും നാട്ടുകാരെ കൈകാര്യം ചെയ്തിരുന്നത് ഓർക്കേണ്ടതാണ്. ട്രെയിൻ എവിടെ വരെ എത്തി എന്ന് കൃത്യമായി അന്വേഷിച്ച് ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് പിണറായി പൊതുവെ വല്ലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഒരിക്കൽ അപ്രതീക്ഷിതമായി ട്രെയിൻ വൈകിയപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഉന്നതമായ കസേര വലിയ കുഷ്യനൊക്കെ ഇട്ടുകൊണ്ട് പിണറായിക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടുകൊടുത്തതും അതിൽ പിണറായി ആസനസ്ഥനായതും ചുറ്റിനും പോലീസ് ഓഫീസർമാർ കാവൽ നിന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വൈറലാകുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയൻ ഒറ്റയ്ക്ക് ഒരു സ്റ്റീൽ ബെഞ്ചിലിരിക്കുകയാണ്. ഇടതുവശത്ത് കണ്ണൂരിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്. പരിസര പ്രദേശത്ത് 1-2 ആളുകളുണ്ട്. ഏതൊരു ചെറുപ്പക്കാരൻ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു. വമ്പൻ പോലീസ് സന്നാഹങ്ങളില്ല. പിണറായിക്ക് ഇരിക്കാൻ കുഷ്യനുള്ള കസേരയില്ല. വെറും സാധാരണക്കാരനെ പോലെ ഒരു പരിധിവരെ ഏകനായി പിണറായി ഒരു സ്റ്റീൽ ബെഞ്ചിലിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച. ഇപ്പോൾ പിണറായിക്ക് ഒരു സുരക്ഷാ പ്രശ്നവുമില്ല. അദ്ദേഹത്തിന് ചുറ്റിനും ആരുടെയും ആവരണം ആവശ്യമില്ല. അധികാരം ഒഴിഞ്ഞു പോയതോടെ ഗർവ് തെല്ലൊന്ന് കുറഞ്ഞു വരുന്നു എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പോയപ്പോൾ സംസാരിക്കാൻ വേണ്ടി കയറി നിന്ന പീഠം അദ്ദേഹത്തിന് പിടിക്കാതെ പോയതുകൊണ്ട് കുറെ പൊലഭ്യം പറയുന്നത് നമ്മൾ കേട്ടു. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആ മൈക്ക് അദ്ദേഹം തല്ലിപ്പൊളിച്ചില്ല. മൈക്കിലൂടെ അദ്ദേഹം സൗമ്യമായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സംഘാടകരെ ചീത്ത വിളിച്ച് വിരട്ടിയില്ല. അതേ, പിണറായി വിജയൻ നന്നാവുകയാണ്. അധികാരം ഒഴിഞ്ഞു പോയപ്പോൾ താൻ നിസ്സാരനാണ് എന്ന് തിരിച്ചറിയുന്നു. എന്തായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന പിണറായിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ രാത്രി മുതൽ വൈറലാകുന്നത്. അനേകം കുറിപ്പുകൾ പലരും ഇതുമായി ബന്ധപ്പെട്ടെഴുതുന്നു. പിണറായിക്കെതിരെ അതിശക്തമായി സോഷ്യൽ മീഡിയയിൽ പോരാടിയിരുന്ന ജോളി ഇങ്ങനെ എഴുതി: 4-ാം തീയതി വോട്ടെണ്ണും, 5-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് പന്തലിടാൻ പിണറായി വിജയൻ നിർദ്ദേശം നൽകുന്നു. 4-ാം തീയതി ഉച്ചയോടുകൂടി പിണറായി കൺവെൻഷൻ സെന്റർ വാർത്താ സമ്മേളനമുണ്ട്. വരണമെന്ന് പത്രക്കാരെ വിളിച്ച് പിണറായി വിജയൻ പറയുന്നു. മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നത് കൊണ്ട് താൽക്കാലികമായി തിരുവനന്തപുരത്ത് 20 മന്ദിരങ്ങൾ വാടകയ്ക്കെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് പിണറായി നിർദ്ദേശം നൽകുന്നു. അതായത് താൻ 3ാമതും അധികാരത്തിൽ വരുമെന്ന് പിണറായി വിജയൻ കൃത്യമായി ഉറപ്പിക്കുന്നു. തോൽക്കുമെന്നതിൻ്റെ യാതൊരു ലക്ഷണം പോലും അദ്ദേഹത്തിന് മനസ്സിലോ അറിവിലോ ഇല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കേരളത്തിൽ ഒരു കരിയേൽ അനങ്ങിയാൽ അറിയുന്ന പാർട്ടിയുടെ തലവൻ, ഭരണ സംവിധാനങ്ങളുടെ സകല നിയന്ത്രണങ്ങളിലും കൈയുള്ള ഭരണത്തലവൻ, ഓരോ മിനിറ്റിലെയും കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അറിയാൻ കഴിവുള്ള സംവിധാനങ്ങളുള്ള മനുഷ്യൻ. താൻ ഇലക്ഷൻ അടപടലം 8 നിലയിൽ പൊട്ടിപ്പോകുമെന്ന് മാത്രം അറിഞ്ഞില്ല പോലും. ഒന്നിൽ അദ്ദേഹത്തോട് തോൽക്കുമെന്ന വിവരം ആരും പറഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിപരമായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഈ കാലം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, കേരളീയനായിരുന്നില്ലേ? കേരളത്തിലല്ല അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് ഇദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വേറെ ഏതോ പ്ലാനറ്റിലിരുന്നാണോ ഈ നാട് ഭരിച്ചത്? വർഷത്തിൽ 25-28 ദിവസമാണ് എനിക്ക് ലീവ്. കഴിഞ്ഞ 3 വർഷത്തിനോടിടയ്ക്ക് 80-90 ദിവസമാണ് ഞാൻ കേരളത്തിൽ ചെലവഴിച്ചത്. 105 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നും 16 മന്ത്രിമാർ തോൽക്കുമെന്നും
പിണറായി വിജയൻ 15,000-ൽ താഴെയായിരിക്കും ഭൂരിപക്ഷമെന്നും സഖാക്കൾ വോട്ട് മറിച്ചു കുത്തുമെന്നും 4 മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി ഞാൻ ഈ കേരളത്തോട് പറഞ്ഞതാണ്. സ്ഥാനാർത്ഥി നിർണയം കുറച്ചുകൂടി ജാഗ്രതയോടെ നടത്തിയിരുന്നെങ്കിൽ UDF 110 സീറ്റിന് മുകളിൽ നേടിയേനെ. 100 കണക്കിന് സ്ത്രീ സുഹൃത്തുക്കളുമായി മെസ്സേജിലൂടെയും നേരിട്ടും ഞാൻ അഭിപ്രായം ചോദിച്ചു നോക്കി. അവർക്ക് പിണറായി വിജയനെ വേണ്ട എന്നാണ് പറഞ്ഞത്. കണ്ണൂർ ജില്ലയിൽ അടക്കം 100 കണക്കിന് സഖാക്കളുമായി ഞാൻ സംസാരിച്ചു നോക്കി. ഞങ്ങൾ വോട്ട് മറിച്ചു കുത്തും ജോളി എന്നാണ് അവർ കട്ടായം പറഞ്ഞത്. ഓരോ ദിവസവും കേരളത്തിലെ മനുഷ്യരെ ഞാൻ തൊട്ടുനോക്കി. ശക്തമായ പിണറായി വിരുദ്ധ തരംഗമാണ് എവിടെയും ഞാൻ കണ്ടത്. ഓർക്കണം, 4000 കിലോമീറ്റർ അകലെ ഇരുന്നാണ് ഞാൻ എൻ്റെ നാടിനെ വീക്ഷിച്ചത്. കൃത്യമായി പിണറായി ഗവൺമെൻറ് തോൽക്കുമെന്നും പറഞ്ഞത്. ഓർക്കണം, മനുഷ്യനെ തൊട്ടറിയാനുള്ള 2 കൈയും ഒരു മനസ്സും മാത്രം വെച്ചുകൊണ്ട് ഞാനിതെല്ലാം വീക്ഷിച്ചതും പറഞ്ഞതും. 10 വർഷം കേരളം ഭരിച്ച സർവ്വസന്നാഹങ്ങളോടും കയ്യിലുള്ള പിണറായി വിജയനെ താൻ തോൽക്കുമെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇവരൊന്നും ഈ നാട്ടിലല്ല ജീവിച്ചത്, വേറെ ഏതോ പ്ലാനറ്റിലാണ് എന്ന് പറയേണ്ടി വരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വികാരഭരിതനായി ജോളി എഴുതിയ ഒരു കുറിപ്പ് കൂടി കേൾക്കുന്നത് നല്ലതായിരിക്കും. 40 വണ്ടിയും 2 പാറ്റൺ ടാങ്കും ഒരു വിമാനവേദ മിസൈലും ഒരു യുദ്ധവിമാനവുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരുത്തിനിപ്പോൾ 2018 മോഡൽ പഴയ ഒരു ഇന്നോവ കാറിൽ തിരുവനന്തപുരത്ത് തേരാപ്പാര നടക്കുന്നുണ്ട്. ഒരു പട്ടിക്കുറുക്കൻ പോലും തിരിഞ്ഞു നോക്കുകയോ സല്യൂട്ട് അടിക്കുകയോ ചെയ്യാനില്ലാതെ. എന്താ അയാൾക്കിപ്പോൾ 40 വണ്ടി വേണ്ടേ? റോക്കറ്റ് വേണ്ടേ? ഫയർ എഞ്ചിൻ വേണ്ടേ? റോഡ് സൈഡിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കണ്ടേ? കറുത്ത വസ്ത്രം ധരിച്ചവരെ ബലമായി പോലീസ് വണ്ടിയിൽ പിടിച്ചു കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണ്ടേ? കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ റോഡിലിറങ്ങിയവനെ തടഞ്ഞു നിർത്തണ്ടേ? ഇയാൾക്ക് കടന്നു പോകാൻ സിഗ്നലുകൾ ഓഫാക്കണ്ടേ? ഒന്നും വേണ്ട അല്ലേ? മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറിയതിന് പിറ്റേ ദിവസം തന്നെ ഇയാളുടെ ഭീഷണി ഒഴിഞ്ഞോ? ഇപ്പോൾ ഇയാൾക്ക് ഭീഷണിയൊന്നുമില്ലേ? അതോ ഇയാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാത്രം ഭീഷണിപ്പെടുത്തുന്ന പ്രത്യേകതരം ഭീകര സംഘടനകളും വ്യക്തികളുമുണ്ടോ? ഒന്നുമല്ല. ഈ നാണം കെട്ടവൻ പാവപ്പെട്ട കേരള ജനതയുടെ പണത്തിൽ കൂത്താടി തോന്നിയാസം കളിച്ച് നടക്കുകയായിരുന്നു. ചൂല പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ പണമെടുത്ത് തൻ്റെ മാനസിക വൈകൃതങ്ങൾ നിറവേറ്റുകയായിരുന്നു ഇയാൾ. 285 കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇയാൾ ഭക്ഷണത്തിനും സുഖലോലുപതയ്ക്കും വേണ്ടി മാത്രം ചെലവാക്കിയത്. എന്താ ഞെട്ടിയോ? എണ്ണി ഇതൊക്കെ ചോദിക്കേണ്ട സമയം തന്നെയാണ് ഇപ്പോൾ. പറയും, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുക? കഴിഞ്ഞ 10 വർഷക്കാലം എൻ്റെയും എൻ്റെ സഹോദരങ്ങളായ 3.5 കോടി ജനങ്ങളുടെയും തലയിൽ കയറിയിരുന്ന് മൂത്രമൊഴിക്കുകയായിരുന്നു ഈ മരഭൂതം. നിങ്ങൾക്കറിയാമോ? ജാവേദ് പർവേഷിൻ്റെത് ചെറിയ വരിയാണ്. കൈനീട്ടി പിന്നിൽ നിന്ന് ചിരിക്കുന്ന ഞാനല്ല, എൻ്റെ ലുക്ക് അങ്ങനെയല്ല. രാജാവിൽ നിന്ന് സഖാവിലേക്ക്. ഹാരിസ് അറബി ഇങ്ങനെ എഴുതി: അധികാരത്തിന് ഹുങ്കു പിടിച്ച ഡസൻ കണക്കിന് വാഹനങ്ങളും ഫയർ എഞ്ചിനും ആംബുലൻസുകളും എല്ലാം അടക്കമുള്ള ആ സുന്ദരമായ വർഷങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. ബസ്സിൽ നിന്ന് 2 സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ലിഫ്റ്റ് വേണ്ടിയിരുന്ന കാലം, ക്ലിഫ് ഹൗസിലെ 1ാം നിലയിലേക്ക് പോകാൻ ലിഫ്റ്റ് ആവശ്യം വന്ന കാലം, പിണറായി വിജയൻ വരും മുമ്പ് റോഡിൽ നിന്നും സകല മനുഷ്യരെയും വാഹനങ്ങളെയും തൂത്തുപറക്കിയ കാലം, റെയിൽവേ സ്റ്റേഷനിലെ VVIP റൂമിലേക്ക് നേരിട്ട് പ്രവേശിച്ച കാലം. ജനാധിപത്യം എത്ര മനോഹരമായിട്ടാണ് രാജാവിനെ താഴെ ഇറക്കിയത്. ബൈജുസ്വാമി ഇങ്ങനെ എഴുതുന്നു: ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കെ സുധാകരനെ നെഞ്ചത്ത് ചവിട്ടി പുറത്താക്കിയതുപോലെയുള്ള ഏക്ഷനിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ ജനാധിപത്യ വിശ്വാസികളെ ജനങ്ങൾ കടക്കു പുറത്തു ഡാഷ്മോനി എന്ന് പറഞ്ഞുകൊണ്ട് ദാസപ്പനെ ചവിട്ടി പുറത്താക്കിയത് എനിക്കുണ്ടാക്കിയ സന്തോഷം ആർക്കും കൃത്യമായി പറഞ്ഞറിയിക്കാനാവില്ല. സോവിയറ്റുകളെ ക്രിമിനലിൽ നിന്ന് ബോറിസ് ജെൽസൺ പുറത്താക്കിയതോ, പ്രച്ഛന്ന വേഷത്തിൽ പട്ടാള വണ്ടി രക്ഷപ്പെടുന്ന മുസോളിനിയെ പിടിച്ചു വെടിവെച്ചു കൊന്ന് വഴിവിളക്കിന്റെ പോസ്റ്റിൽ തലകീഴായി കെട്ടിത്തൂക്കിയതും, റൊമേനിയൻ ജനത സ്വർണ്ണക്കക്കൂസിൽ തൂറിയിരുന്ന ചൗഷസ്കവനെ വിചാരണ ചെയ്ത് വെടിവെച്ചു കൊന്നതും എല്ലാം എന്തിനെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. ദാസപ്പൻ അവസരമൊത്തു വന്നാൽ ഇന്ത്യയെ നയിക്കുന്ന അവസ്ഥയിലെത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്ന അടിമത്തത്തിന്റെ നേരിയ അംശം പോലും എന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഉറക്കം കെടുത്തിയിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ. ആ അവസ്ഥ ഒഴിവായതിന് നിർവ്യാജമായ അർമാദമാണ് എൻ്റെ കൂത്താടൽ എന്നറിയുക. ഡയബറ്റിക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഫോസ്റ്ററിനോട് വിട പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അർമാദം ഫോസ്റ്ററിലാക്കുമായിരുന്നു. ഇതിനിടയിൽ എന്നെ സംസ്കാരത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും ക്ലാസ് എടുക്കുന്ന കുറച്ച് നിഷ്കൂസ് വീണ് കിടന്നവരെ ചവിട്ടരുത്, അത് സംസ്കാരമില്ലായ്മത്തെ പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. അവരോട് തുറന്നു പറയട്ടെ, ദാസപ്പൻ്റെ കിരാതഭരണത്തിൻ്റെ മുറിവുകൾ ഏറ്റുവാങ്ങിയവരുടെ ഹേർട്ട് ബേൺ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനാകുമോ? സ്വന്തം വിയർപ്പിൻ്റെ ചില്ലിക്കാശ് ഉറുമ്പ് കൂട്ടി വയ്ക്കുന്നത് പോലെ കൂട്ടിവെച്ച് കിടപ്പാടമുണ്ടാക്കിയവരെ ദാസപ്പൻ വേട്ടയാടിയതും കിടപ്പാടം നഷ്ടമായാൽ തെരുവിലാകുമെന്ന് ആധിയോടെ അവർ നടന്നതും പരിഹാരം ചെയ്യാനോ കോമ്പൻസേഷനോ സന്മാർഗോപദേശിയായ നീയൊക്കെ കൊടുക്കുമോ? ജനാധിപത്യപരമായ പ്രതിഷേധം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ ചെയ്തതിന് തലയടിച്ചു പൊട്ടിക്കപ്പെട്ടു. നട്ടില് തകർന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെയും ജയിലിൽ കിടന്നവരുടെ വേദന നിനക്കൊക്കെ അറിയാമോ? അതെല്ലാം പോട്ടെ, ഞാൻ സാക്ഷിയായ ഒരു സംഭവം പറയാം. ആശാവർക്കർ സമരകാലത്തെ ഞാൻ 1-2 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ ആശാ സമരവേദിയുടെ മുന്നിലൂടെ കോരിച്ചിരിയുന്ന മഴയത്ത് കാറിൽ പോകുമ്പോൾ കണ്ട ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയില്ല. 50 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു ആശാവർക്കർ ആ മഴയത്ത് നനഞ്ഞു കുതിർന്ന് രാത്രി 7 മണിക്ക് സമരം ചെയ്യുന്നു. സമരപന്തലിൻ്റെ 100 മീറ്റർ അകലെ
മനുഷ്യരൂപത്തിൽ ജന്മമെടുത്ത ഒരു പിശാച് എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസിൽ ജനാധിപത്യത്തിലെ സ്വയം പ്രഖ്യാപിത ചെങ്കിസ് ഖാൻ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു, ഈ നാറി പുഴുത്തേ ചാകൂ. സുഹൃത്തുക്കളെ, ഉപദേശികളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, കണക്ക് പറയിക്കൽ പകപോക്കലല്ല, അത് നീതിയുടെ പ്രഖ്യാപനമാണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദാസപ്പൻ ഒരു കണക്കിന് ഭാഗ്യവാനാണ്. ഇന്ത്യ ഒരു ജനാധിപത്യമായതുകൊണ്ട് മുസോളിനിയുടെയും ചൗഷസ്കിയുടെയും ഗതി ഉണ്ടാകില്ല.